ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ആൻസർ ഷീറ്റ് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നത് എനിക്ക് ആൻസർ ഷീറ്റിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇത് കെമിസ്ട്രിയാണ് പേപ്പർ വരുന്നത്. ഇത് മോഡൽ പേപ്പർ അങ്ങനെ എന്തോ ആയിരുന്നു, സെക്കൻഡ് ടേമിൽ എക്സാമിൻ്റെ പേപ്പറാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം ഞാൻ ഒരു മാർജിൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തൊരു കുഞ്ഞ് മാർജിനും കൂടെ ഉണ്ട്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ എ ബി പാർട്ട് ഉണ്ടാവുമല്ലോ, അത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ആ എ ബി എന്നുള്ള പാർട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞ് മാർജിൻ വരച്ചേക്കുന്നത്. ഫസ്റ്റ് ഞാൻ കഴിവതും തുടങ്ങാറുള്ളത് വൺ വേർഡിൽ തന്നെ. ഇപ്പോൾ ഇതിൽ ഞാൻ 5 എഴുതിയിട്ടുണ്ട്, പക്ഷെ 4 മതി. ഇപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വൺ വേർഡ് എഴുതാം. ഇനി ഇൻ കേസ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് വൺ വേർഡുകൾ, ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള വൺ വേർഡ്, ശരിയാവുന്ന 100% ഉറപ്പുള്ള വൺ വേർഡുകൾ ഫസ്റ്റ് എഴുതാം. എന്നിട്ട് അത്ര ഉറപ്പില്ലാത്ത വേണമെങ്കിൽ സെക്കൻഡ് എഴുതാം, അല്ലെങ്കിൽ ലാസ്റ്റ് പേപ്പറിന് ലാസ്റ്റ് എഴുതിയാലും മതി. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, വൺ വേർഡ് എഴുതും, ദെൻ ഈ ഒരു ലൈൻ വരയ്ക്കും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ഞാൻ കറക്റ്റ് ഇങ്ങനെ ലൈൻ വരച്ച് പോകും. ഇപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണാൻ ഞാൻ ഇത്രേ എഴുതിയിട്ടുള്ളൂ, പക്ഷേ അതിൽ കറക്റ്റ് പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ഹെൻറീസ് ലോ ആയിരുന്നു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഞാനൊരു ഇൻട്രോ കൊടുക്കും, അതെന്താണെന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അത് എഴുതി, പിന്നെ അതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതും, പിന്നെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ, ക്വസ്റ്റ്യനിൽ ആപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനും കൂടെ എഴുതും. ഇങ്ങനെയാണ് ഞാനത് എഴുതുന്നത്. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന്. ഞാൻ ആകെ കറക്റ്റ് അതിൻ്റെ ഒരു എന്താ പറയുക എക്സ്പ്ലനേഷൻ അല്ല, ജസ്റ്റ് ഒരു വൺ വേർഡ് പോലെ, വൺ വേർഡ് അല്ല, ഒരൊറ്റ സെൻറ്റൻസിലുള്ള അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അത് എഴുതും, പിന്നെ ഒരു എക്സാമ്പിൾ എഴുതും. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ എല്ലാം, ഇപ്പോൾ വാൻ ഹോഫ് ഫാക്ടർ ചോദിക്കുമ്പോൾ എന്താണെന്ന് എഴുതും, പിന്നെ അതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതും. ഇങ്ങനെയാണ് ഞാൻ 2 മാർക്കിൻ്റെ ആൻസർ ചെയ്യുന്നത്. സെയിം വേ ഇപ്പോൾ ഒരു ഇത് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിലോ ഫസ്റ്റ് നമ്മൾ ആ ഇക്വേഷൻ എഴുതണം. ആ ഇക്വേഷനിൽ ഏതൊക്കെ ടേം നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടെങ്കിൽ ആ ടേമുകളുടെ ഇത് എഴുതാം, പിന്നെ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ എഴുതാം. ഇങ്ങനെയാണ് ഞാൻ കെമിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ഡിഫറൻസിയേഷൻ ചോദിക്കുമല്ലോ, അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഒരു ടേബിൾ വരയ്ക്കും. ഒരു ടേബിൾ വരച്ചിട്ട് ഇപ്പോൾ SN1 ഒരു സ്ഥലത്ത്, SN2 ഒരു സ്ഥലത്ത്, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് ഇങ്ങനെ എഴുതും. മിക്ക ഡിഫറൻസ് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ടേബിൾ വരച്ച് എഴുതും, കാരണം അത് കുറച്ചുകൂടി വൃത്തിയാണ്, എളുപ്പമാണ് നോക്കാൻ. പിന്നെ 3-4 മാർക്കിന് ഇപ്പോൾ ആനോട്ടിക് ആയതുകൊണ്ട് അങ്ങനെ ഓവറോൾ അങ്ങനെ കറക്റ്റ് ഇത് മാത്രം എഴുതുക, വെറുതെ അനാവശ്യമായിട്ട് എഴുതാതെ കറക്റ്റ് പോയിന്റുകൾ മാത്രം എഴുതി പേപ്പർ സബ്മിറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒരു പിക്ക് വരയ്ക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ എൻ്റെ തെറ്റി അത് നോക്കണ്ട, ഒരു പിക്ക് വരയ്ക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് വരയ്ക്കുക. പിന്നെ ഇതുപോലെ ഇപ്പോൾ തെറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒരൊറ്റ വര വരയ്ക്കുക. അങ്ങനെയാണ് എൻ്റെ കെമിസ്ട്രി വരുന്നത്. ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഇവൻ ഒരു പ്രോബ്ലം ആണെങ്കിലും ഞാൻ കറക്റ്റ് ആ ഒരു വൃത്തിക്ക് ആദ്യം ഇതിൽ തന്ന എല്ലാം എടുത്ത് എഴുതും, പിന്നെ അതിൻ്റെ ഇക്വേഷൻ എഴുതും, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റ് ആൻസർ എഴുതും. ഇതാണ് എൻ്റെ കെമിസ്ട്രി പേപ്പർ വരുന്നത്. അത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി വരുന്നത് മാത്സ് ആണ്. മാത്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ വേർഡ് ഉണ്ടായിരുന്നു, അത് എഴുതി കറക്റ്റ് ആൻസർ, അതായത് എനിക്ക് ഉറപ്പുള്ള ആൻസറാണ് ഞാൻ സാധാരണ ഫസ്റ്റ് എഴുതുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ലാസ്റ്റ് എഴുതി തെറ്റുപോയി, ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഉറപ്പുണ്ടെന്നുള്ള ആൻസർ ഫസ്റ്റ് എഴുതി തുടങ്ങാം. ഓരോ ആൻസർ കഴിയുമ്പോൾ ഈ വര വരയ്ക്കുക. ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ എഴുതിയിട്ട് തെറ്റുവാണെങ്കിൽ ഒരൊറ്റ ലൈൻ വെച്ച് അങ്ങ് വെട്ടാതെ, കുറേ വെട്ടാതെ ഒരൊറ്റ ലൈനിൽ അങ്ങ് വെട്ടാം. ഓരോ ഇപ്പോൾ പേപ്പർ ഞാൻ മറിച്ച് ഇങ്ങനെ കാണിച്ചു തരാം, കണ്ടോ, കറക്റ്റ് എഴുതും. പിന്നെ ആ ഒരു ഇത് എന്താ പറയുക, ഓരോ ഇത് കഴിയുമ്പോൾ ലൈൻ വരയ്ക്കും. ഇപ്പോൾ തെറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കണ്ട് ഇങ്ങനെ ഒരൊറ്റ ലൈനേ വരയ്ക്കുള്ളൂ. കുറേ ലൈൻ വരച്ച് ദയവേത് പേപ്പർ ചീത്തയാക്കരുത്. അതാണ് മാത്സ് വരുന്നത്. ഇനി നെക്സ്റ്റ്, ഇത് കെമിസ്ട്രി ഒന്നുകൂടെ പേപ്പർ വരുന്നതാണ്. പക്ഷേ കെമിസ്ട്രി കണ്ടോ ഡിഫറൻസ് ആകുമ്പോൾ ഇങ്ങനെ എഴുതും, നോർമൽ. ഇനി വരുന്നത് ഏതാണ്, ബോട്ടണി. ബോട്ടണിയിൽ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, വൺ വേർഡുകൾ എഴുതും. വൺ വേർഡ് എഴുതും, പിന്നെ 2 മാർക്കിൻ്റെ അടുത്ത് കണ്ട ഒവി പാരസ് ആൻഡ് വിവി പാരസ് ആണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ആദ്യം എന്ത് എഴുതിയത്, ഇൻ സം ഓർഗാനിസം ലൈക്ക് ഏവ്സ് റെപ്റ്റൈൽസ് ദേ ലേ എഗ്സ് ടു പ്രൊഡ്യൂസ് ദെയർ ഓഫ്സ്പ്രിംഗ്, ദേ ആർ കോൾഡ് ഒവി പാരസ്. എക്സാമ്പിൾ വേർഡ്, അതായത് ഒരു അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്ത്, ഡിസ്ക്രിപ്ഷനിൽ ചെറിയൊരു ഇത് കൊടുത്തു, പിന്നെ ഒരു എക്സാമ്പിൾ എഴുതി. പിന്നെ ഒവി പാരസ് എന്താ, ലേ എഗ്ഗാണ്, അതുകൊണ്ട് ഞാൻ അവിടെ ഒരു അണ്ടർലൈനും ചെയ്യും. ഞാനിത് ഓർത്ത് വെച്ചാൽ O അല്ലേ, അപ്പോൾ ഒരു മുട്ട പോലെ അല്ലേ ഇരിക്കുന്നത്, അപ്പോൾ എന്തെങ്കിലും ലേ എഗ്ഗ്, അങ്ങനെയൊക്കെയാണ് ഞാൻ കണക്ട് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ കാണുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോഗമിയും ഗീറ്റനോഗമിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട് എന്താണ് ഒക്കസിൻ്റെ സിമിലർ, പക്ഷേ ഇവിടെ കണ്ടോ ഒരു ചിത്രം കൂടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താ, ഈ ചിത്രം മാത്രം കണ്ടെന്ന് മനസ്സിലാവും. ഒരു ഫ്ലവറിൽ നിന്ന് തന്നെ ആ ഫ്ലവറിൽ തന്നെ പൊളിനേഷൻ നടക്കുന്നു, അതാണ് ഓട്ടോഗമി. ഗീറ്റനോഗമി ആണെങ്കിൽ സെയിം പ്ലാന്റിൽ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവും, അത് തമ്മിൽ പൊളിനേഷൻ നടക്കും. അപ്പോൾ അതൊരു പിക്ടോറിയലും കൂടെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബയോന് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ബയോ വരുന്നത്.
ഇനി നെക്സ്റ്റ് സുവോളജി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് 1 വേർഡ് എഴുതും. എപ്പോഴും ഞാൻ 1 വേർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വര വരയ്ക്കും. ഓരോ ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോഴും ഇങ്ങനെ വര വരയ്ക്കും. പിന്നെ ഇവിടെ ഒരു പിക്ടോറിയൽ ഇതൊന്നും ചോദിക്കുക പോലെയില്ല, പക്ഷെ നമ്മളായിട്ടൊരു റെപ്രസെൻറ്റേഷൻ കൊടുക്കും. ഇപ്പം ഇത്ര എഴുതിയാൽ മതി. അപ്പം ഇതിപ്പോൾ ഇത്രയും എഴുതുന്നതിന് പകരം ഞാൻ ആകെ കുറച്ച് ഒരു ഇൻട്രോ പോലെ കൊടുത്തു. ദെൻ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു. പിന്നെ അതിൽ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ കറക്റ്റ് നല്ല വൃത്തിക്ക് വരയ്ക്കുക. ഓരോന്നും കറക്റ്റ് ലേബൽ ചെയ്ത് പോവാം. ഇതിലും കണ്ടോ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കഴിവതും ഒരു ടേബിൾ വരച്ച് നല്ല വൃത്തിക്ക് എഴുതാം. അത്രയാണ് ഇതിൽ വരുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുന്നത് കണ്ടോ, ഞാൻ എല്ലാത്തിനും ഒരു ഹെഡിങ് കൊടുക്കുന്നുണ്ട്, ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഇവിടെയും ഒരു ഇത് എത്ര മാർക്കിൻ്റെ? 2 മാർക്കിൻ്റെ ഒരു ഹെഡിങ്, അതിൻ്റെ 2 പോയിൻ്റ്, അത്ര മതി കേട്ടോ 2 മാർക്കിന്. ഇപ്പോൾ 2 ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഡേറ്റിംഗ് എഴുതുക. അത് രണ്ടിനും നല്ല വാലിഡ് ആയിട്ടുള്ള 2 പോയിൻറ്റുകൾ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ബയോളജിയുടെ കേസ്. സുവോളജിയുടെ വേറൊരു പേപ്പറും കൂടിയാണ് ഇത്. അതിൽ ഞാൻ ചെയ്യുന്ന സെയിം ഇത് തന്നെ, അതൊന്നും കൂടുതൽ പറയാനില്ല. പിന്നെ ഉള്ളത് എൻ്റെ മലയാളമാണ്. മലയാളം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തീരെ കൊള്ളില്ല, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ കഴിവതും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു വരയൊക്കെ വരച്ച് ആ പേപ്പറിന് എങ്ങനെയും ഒരു ഭംഗിയാക്കും. ആദ്യം 1 വേർഡുകൾ കറക്റ്റ് ഇങ്ങനെ എഴുതും. ദെൻ ഓരോന്ന് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു എന്താ പറയുക ലൈൻ വരയ്ക്കും. പിന്നെ എന്തേലും ഇങ്ങനെ 4 മാർക്കിനൊക്കെ കറക്റ്റ് ഇത്ര എഴുതിയിട്ടുള്ളൂ കണ്ടോ. പക്ഷെ അതിൽ കറക്റ്റ് പോയിന്റ് വേണം, എന്നാലും മാത്രം നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ 6 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് ഒരു ഇൻട്രോ പോലെ കൊടുക്കും. ഇപ്പം ഇത് എന്താ സ്വന്തം വ്യക്തിത്വത്തെ മുറുകെ പിടിക്കുന്ന സ്ത്രീ കഥാപാത്രമായാണ് ശകുന്തളയെ പുതു മലയാളത്തിന്റെ മഹേശ്വരൻ എന്ന് വിശേഷിക്കപ്പെടുന്ന എഴുത്തച്ഛൻ തന്റെ കണ്ണാടി കാൺമോളവും എന്ന കൃതിയിൽ അവതരിപ്പിക്കുന്നത്. ഗാന്ധർവ സംതിങ് ഇത് പ്രകാരം വിവാഹം ചെയ്ത ശകുന്തള തന്റെ മകനെയും കൊണ്ട് ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ പോകുന്നതാണ് കവിതയുടെ ആമുഖം. കണ്ടോ, ഒരു ഇൻട്രോ ഞാൻ കൊടുക്കും. എന്നിട്ടാണ് ആ ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചേക്കുന്നത് അതിൻ്റെ ആൻസർ എഴുതുക. എല്ലാ 6 മാർക്കിൻ്റെയും ഞാൻ ഫസ്റ്റ് ഒരു ഇൻട്രോ കൊടുത്ത് എന്നിട്ട് മാത്രമേ ഇങ്ങനെ എഴുതാനുള്ളൂ. ഇപ്പം അടുത്തത് ഏതാണ്? ഉപഭോക്താക്കളിൽ നിറഞ്ഞ കുളിലതയും എന്തും ഉപഭോഗ വസ്തുവാക്കുന്ന വിപണന രീതിയും മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയും എടുത്തു കാട്ടുന്ന കൃതിയാണ് ടി പത്മരാജന്റെ അവകാശങ്ങളുടെ പ്രശ്നം. സ്വന്തം മാതാപിതാക്കളുടെ പണം തിരക്കി വിപണശാലയിലെത്തുന്ന ദിവാകരൻ അവസാന പടമായി തീരുന്നതാണ് കഥാപാത്രം. അങ്ങനെ ഒരു ഇൻട്രോ കൊടുക്കും. പിന്നെ മാത്രമേ ഞാൻ ആ ഒരു എന്താ പറയുക കറക്റ്റുള്ള ഇതിലോട്ട് എന്താ ഞാൻ പറയുന്നത് ക്വസ്റ്റ്യനിലോട്ട് പോകാറുള്ളൂ. ഇപ്പം 8 മാർക്കിൻ്റെ ആണെങ്കിലും ഫസ്റ്റ് നോക്കി. മാജിക്കൽ റിയലിസം എന്ന സാഹിത്യ രീതി അനശ്വരമായി ഉപയോഗിക്കപ്പെടുന്ന കഥാകൃത്താണ് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. നൊബേൽ ജേതാവായ ഗാബോയുടെ മാജിക്കൽ റിയലിസം ഉപയോഗിച്ച ഉത്തമ കൃതിയാണ് പ്രകാശം ജലം പോലെയാണ്. പരിസ്ഥിതിയോട് ഉത്തണങ്ങി കഴിഞ്ഞ ടോട്ടോയും ജോവലും വികസിത നാടായ സ്പെയിനിലെ മാഡ്രിഡ് എന്നിടത്തേക്ക് പറിച്ചു മാറ്റപ്പെടുന്നു. അങ്ങനെ ഒരു ഇൻട്രോ കൊടുത്തിട്ട് പിന്നെയാണ് ഞാനിത് കറക്റ്റ് എഴുതുന്നത്. 8 മാർക്കിൻ്റെ ഞാൻ ഇത്ര എഴുതിയിട്ടുള്ളൂ. പക്ഷേ ആ എത്ര നമ്മൾ എഴുതുന്നത് എന്നതിലല്ല, നമ്മൾ എഴുതുന്നതിൽ കറക്റ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. അതാണ് എൻ്റെ ഒരു രീതി. പിന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ലാസ്റ്റ് ഒരു 2 ലൈൻ വരയ്ക്കും. ക്യാൻസൽഡ് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യും, ഒരൊറ്റ സ്ട്രൈക്ക്. അത് എക്സ്ട്രാ പേപ്പർ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഫുൾ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. ഇത്രയാണ് എൻ്റെ എക്സാം പേപ്പറിൻ്റെ രീതി. ഫസ്റ്റ് ഒരു മാർജിൻ വരയ്ക്കുക, പിന്നെ ഒരു ചെറിയ മാർജിൻ. ഇപ്പം അത് ABCD നമുക്ക് ചില ക്വസ്റ്റ്യനിൽ വരും. ഇവിടെ ഒക്കെ കണ്ടോ 18 1 2 ഉണ്ട്. ആ 1 2 ഒക്കെ എഴുതാനാണ് ഈ ഒരു മാർജിൻ വരുന്നത്. പിന്നെ ഓരോ ഇതും എഴുതി കഴിഞ്ഞിട്ട് കറക്റ്റ് ഓരോ ലൈൻ വരയ്ക്കുക. 2 മാർക്കിൻ്റെ ആണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഹെൻറീസ് ലോ ആണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, ഇക്വേഷൻ എഴുതുക. ആപ്ലിക്കേഷൻ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ആപ്ലിക്കേഷൻ എഴുതുക, അല്ലെങ്കിൽ ജസ്റ്റ് എപ്പോഴും ഇതാണ് കറക്റ്റ് 2 മാർക്കിൻ്റെ ഒരു രീതി. ഒരു അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതും, എന്താണ് ഇപ്പോൾ മാൻ ഓഫ് ഫാക്ടർ എന്തെന്ന് എഴുതും, ഇക്വേഷൻ എഴുതും. അതാണ് 2 മാർക്ക് വരുന്നത്. പ്രോബ്ലം ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കറക്റ്റ് ഇക്വേഷൻ എഴുതുക ഫസ്റ്റ്, പിന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഓരോ ഇപ്പോൾ E0 സെല്ലിൻ്റെ വാല്യൂ അതൊക്കെ എഴുതിയിടുക, പിന്നെ അതെന്ത് ചെയ്യുക, ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഏകദേശം ഇപ്പം നിങ്ങൾക്ക് ഒന്നും ഇതാക്കാൻ ഈ മാർജിനൊന്നും വരയ്ക്കാൻ സമയമില്ല. അങ്ങനെയാണെങ്കിൽ എഴുതുന്നത് ഇതുപോലെ നല്ല വൃത്തിക്ക് എഴുതുക. ഈ വരൊന്നും വരയ്ക്കണമെന്നൊന്നും ഇല്ല, ജസ്റ്റ് നല്ല വൃത്തിക്ക് എഴുതുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇക്വേഷൻ എഴുതാൻ പോവാതെ ജസ്റ്റ് താഴെ ഇക്വേഷൻ എഴുതുക. കഴിവതും ഇപ്പോൾ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടില്ല, പക്ഷേ ഫസ്റ്റ് പേപ്പേഴ്സിലെങ്കിലും ഇപ്പോൾ 1 വേർഡ് കഴിഞ്ഞിട്ട് ഒരു ലൈൻ, ഇപ്പോൾ ഇത് അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഒരു ലൈൻ, അത് ഫസ്റ്റ് ഒരു 1-2 പേപ്പറിലെങ്കിലും കറക്റ്റ് വരയ്ക്കുക. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ടൈം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സ്കൂൾ ലൈഫിലും ഇപ്പോൾ ഈവൻ കോളേജിൽ തന്നെ ഞാനിപ്പോഴും ഫോളോ ചെയ്യുന്ന ഈ സെയിം രീതിയാണ്. അപ്പോൾ നമ്മൾ ആ പേപ്പർ കാണുമ്പോൾ ആ ടീച്ചേഴ്സിന് ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും. അതായത് കാണുമ്പോൾ ഓരോ ടീച്ചേഴ്സിനും ഒരു പേപ്പർ കാണുമ്പോൾ തോന്നും ഓക്കെ ഇത് നല്ലൊരു കുട്ടി പഠിക്കുന്നത്. അവർക്ക് നമ്മളുടെ ഒരു ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. അവർക്ക് ആകെ കിട്ടുന്ന ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു പേപ്പർ നോക്കുമ്പോൾ അതിൻ്റെ ഒരു വൃത്തി കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് വരും, ഓക്കെ ഈ പേപ്പറിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളൊരു തോട്ട് വരും. പക്ഷെ അങ്ങനെ തോട്ട് മാത്രം വന്നിട്ട് പോരാ, നമ്മളതിൽ എന്തെങ്കിലുമൊക്കെ എഴുതണം. അത് ഞാൻ അറിയാമല്ലോ.
ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനൊന്നും വരയ്ക്കുന്നുണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ വരച്ച് ഇപ്പോൾ മോഡൽ എക്സാം വരുമ്പോൾ ഇങ്ങനെ ഒരു നല്ല വൃത്തിക്ക് പേപ്പർ പ്രസൻറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ടീച്ചേഴ്സ് നമുക്കിങ്ങനെ ഫീഡ്ബാക്ക് പറയും, ഓക്കെ ഇങ്ങനെ ഇതിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. അങ്ങനെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഇത് പറയുവാണെങ്കിൽ അതൊക്കെ കേട്ട് അങ്ങനെ കുറച്ച് മാറ്റങ്ങളും കൂടെ വരുത്തി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തുള്ള വീഡിയോയിൽ, നമ്മൾ എന്തൊക്കെ എഴുതുന്നു എന്നതിൽ മാത്രമല്ല നമ്മളതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു അതിലും ഒരു കാര്യമുണ്ട്. അപ്പം അത്രയാണ് എൻ്റെ പേപ്പർ പ്രസൻറ്റേഷൻ രീതി. നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ലൈക്ക് മൈ വീഡിയോ. താങ്ക് യു.